നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 260 260. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം മൂലം തൃതീയ സ്കന്ധം അധ്യായം 18 22 ശ്ലോകം മുതൽക്കാണ് ഇന്ന് പറയേണ്ടത്. അപ്പോൾ 22 23 ഒപ്പം പോവും, കൂടെ പോവും. ബ്രഹ്മോവാച യേഷതേ ദേവദേവാനാം അംഗ്രിമൂലം ഉപേയുഷാം വിപ്രാണാം സൗരഭേയീണാം ഭൂതാനാം അഭിനാഗസാം അഹാഗസ്കൃത് ഭയകൃത് ദുഷ്കൃതസ്മദ്രാധവരോ അസുര അന്വേഷന്ന പ്രതിരഥോ ലോക നടതി കണ്ഠക. അപ്പോൾ ഈ 2 ശ്ലോകത്തിനും കൂടി വാക്കാർത്ഥം പറയുമ്പോൾ, ക്രീഡാതൽപരനായുള്ളവനെ, ഭഗവാൻ ആരാണ്? ക്രീഡാതൽപരനായുള്ളവനെ അങ്ങയുടെ പാദമൂലം പ്രാപിച്ചിരിക്കുന്ന ദേവന്മാർക്കും ബ്രാഹ്മണർക്കും പശുക്കൾക്കും സകല പ്രാണികൾക്കും അപരാധികളല്ലെങ്കിലും അപരാധം ആരോപിക്കുന്നവനും ഭയം ജനിപ്പിക്കുന്നവനും അപകാരം ചെയ്യുന്നവനുമായ ഈ ദുഷ്ടനായ അസുരൻ ഞങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹത്തോടു കൂടിയവനായി എതിരാളി ഇല്ലാത്തവരായിട്ട് തിരിഞ്ഞുകൊണ്ട് ലോകങ്ങളെ സഞ്ചരിക്കുന്നു. ഞങ്ങൾ അറിവില്ലാതെ കണ്ട് കുറച്ച് വരങ്ങളൊക്കെ കൊടുത്തു ഇയാൾക്ക്. അതിപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു ഉപദ്രവമായി തുടങ്ങി. അതുകൊണ്ട് ഇവനെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്ത് ഞങ്ങളെ രക്ഷിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കുക. ബ്രഹ്മാവ് പറഞ്ഞു, അധ്യായാവസാനം വരെ ബ്രഹ്മവചനം. ഇവിടുന്ന് 2-3 ശ്ലോകങ്ങൾ ആണ് ഈ 18-ാം അധ്യായത്തിലുള്ളതിന്. അപ്പോൾ ബഹുവിധ ക്രീഡകളാൽ ലോകാനുഗ്രഹം ചെയ്യുന്ന ഹേ ദേവ. അപ്പോൾ ഭഗവാൻ ക്രീഡയെ അവലംബിക്കുന്നത് എന്തിനാ? ലോകരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഈ അസുരൻ തപശക്തിയാൽ യജ്ഞിൽ നിന്നും വരം ലഭിച്ചവനും അതുനിമിത്തം തനിക്ക് എതിരാളിയില്ലെന്നുള്ള ഭാവത്തോടുകൂടെ അഹങ്കരിച്ച് നിന്തിരുവടിയുടെ പാദമൂലം ആശ്രയിച്ചിരിക്കുന്ന ദേവന്മാരെയും ബ്രാഹ്മണരെയും കർമാർഹമായ ആജ്യാതിപദാർത്ഥം നൽകുന്ന പശുക്കളെയും, യജ്ഞത്തിന് വേണ്ട പാല്, തൈര്, വെണ്ണ, നെയ്യ് തരുന്ന പശുക്കളെയും എന്നു വേണ്ട സർവഭൂതങ്ങളെയും സർവ ചരാചരങ്ങളെയും അപരാധമൊന്നുമില്ലാതിരിക്കെ, അതാണ് കഷ്ടം. ഒരു തെറ്റും ചെയ്യാത്തവരെ പിടിച്ച് വള്ളത്തിൽ മുക്കുക, അത് പറയാത്ത സ്ഥിതി എന്താ? അപരാധമൊന്നുമില്ലാതിരിക്കെ ദ്രോഹിക്കുകയും ഭയപ്പെടുത്തുകയും ധനാദികളെ അപഹരിക്കുകയും ചെയ്യുന്ന ഭയങ്കരനാകുന്നു. തക്കതായ എതിരാളിയെ അന്വേഷിച്ചുകൊണ്ട് ലോകങ്ങളിൽ സഞ്ചരിക്കുന്നു. ഇവനോടൊന്ന് ഏറ്റുമുട്ടാൻ പറ്റിയൊരാളെ കാണണ്ടേ? ഇനി അങ്ങ് എന്താച്ചാ ചെയ്തോളൂ എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഇനി 24-ാമത്തെ ശ്ലോകം പറയണു, മൈനം മായാവിനം തൃപ്തം നിരങ്കുശമസത്തമം ആക്രീഡ ബാലവദ്ദേവ യഥാ ആശീഭിഷന്മുദ്ധിതം. അല്ലയോ നാഥ, മായാപ്രയോഗത്തിൽ സമർത്ഥനും ഗർവിഷ്ഠനും ആരെയും കൂട്ടാക്കാത്തവനും ഗണ്യമാക്കാത്തവൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ദുഷ്ടനുമായ ഇവനെ പടം വിരുത്തിയ സർപ്പത്തോട് കുട്ടി എന്ന പോലെ വലിയ ഒരു ഉപമയാണത്. കളിക്കരുതേ,
ഇവനെ വകവരുത്തുക, അതാണ് ഞങ്ങൾക്ക് ആവശ്യം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാണ്, അല്ലയോ ദേവ, ഇവൻ ബഹുവിധ മായകളെ കാണിപ്പാൻ സമർത്ഥനും മഹാഗർവിഷ്ഠനും ആരെയും കൂട്ടാക്കാതെ തോന്നിയതൊക്കെ പ്രവർത്തിക്കുന്ന മഹാദുഷ്ടനുമാകുന്നു. പടം ഉയർത്തിയ സർപ്പത്തോട് കളിക്കുന്ന ബാലനെ പോലെ നിന്തിരുവടി ഇവനോട് കളിക്കുന്നതിൽ ഞങ്ങൾക്ക് ഭയമുണ്ട് എന്ന് ദേവന്മാർ ബ്രഹ്മാവിനെ മുൻനിർത്തിക്കൊണ്ട് സാക്ഷ്യപ്പെടുത്തി. 25-ാമത്തെ ശ്ലോകം. ന യാവദേശ വർദ്ധേത സ്വാം വേലാം പ്രാപ്യദാരുണ സ്വാം ദേവമായാമാസ്തായ താവജ്ജഹ്യഘമച്യുതാം. ഭയങ്കരനായ ഇവൻ അവൻ്റെ സമയത്തെ പ്രാപിച്ചിട്ട് വർദ്ധിക്കുന്നത് എപ്പോഴോ അതിനു മുമ്പ് നിന്തുരുവടിയുടെ മായയെ സ്വീകരിച്ചിട്ട് പാപനായ ഇവനെ ഹനിക്കണമേ. അതായത് അവൻ്റെ ഫുൾ ഫോമിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് ഇവൻ്റെ പരിപാടി കഴിക്കണം എന്നാണ് ദേവന്മാരുടെ ആവശ്യം. അപ്പോൾ അതിൻ്റെ പ്രിയാമ്പിൾ പറഞ്ഞു. ഇനി അതിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ഇവൻ മഹാഭയങ്കരനാകുന്നു. ഭാവാർത്ഥം, അസുരന്മാർക്ക് ശക്തിയെ വർദ്ധിപ്പിക്കുന്ന സമയം ഇതാ അടുക്കുന്നു. അതിനു മുമ്പ് നിന്തുരുവടി സ്വേച്ഛാസ്വരൂപിണിയായ മായയെ അംഗീകരിച്ചിട്ട്, ഈ ഒരു പദപ്രയോഗം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. സ്വേച്ഛാസ്വരൂപിണിയായ മായയെ അംഗീകരിച്ചിട്ട്, അല്ലാണ്ട് ഭഗവാന് ആരോടും ദേഷ്യമില്ല, ക്രോധമില്ല. പാപനായ ഇവനെ സംഹരിക്കണമേ എന്ന് പറഞ്ഞു. 26-ാമത്തെ ശ്ലോകം. ഏഷാ ഘോരതമാ സന്ധ്യാ ലോകശം ഭട്കരീ പ്രഭോ ഉപസർപ്പതി സർവാത്മൻ സുരാണാം ജയമാവഹാം. ഹേ സർവത്തിനും സമർത്ഥനായുള്ളവനെ, ഇന്നതിനെന്നില്ല, എല്ലാറ്റിനും സമർത്ഥമായിട്ടുള്ളവൻ. ഹേ സർവത്തിലും ആത്മാവായിരിക്കുന്നവനെ, എല്ലാറ്റിലും ആത്മാവായിരിക്കുന്നവനും ഏറ്റവും ഭയത്തെ ജനിപ്പിക്കുന്നതും ലോകത്തിന് നാശത്തെ ജനിപ്പിക്കുന്നതുമായ ഈ സന്ധ്യാകാലം സമീപിക്കുന്നു. ദേവന്മാർക്ക് ജയത്തെ ഉണ്ടാക്കിയാലും, കാരണം രാത്രിയായാൽ അസുരന്മാർക്കാണ് ബലം കൂടുക. അതിൻ്റെ ഭാവാർത്ഥം, അത്യന്ത ഭയത്തെ വർദ്ധിപ്പിക്കുന്ന സന്ധ്യാസമയം ഇതാ സമീപിക്കുന്നു. ഇത് അസുരന്മാർക്ക് ശക്തിയെ വർദ്ധിപ്പിക്കുന്നതാണെന്ന് സർവാത്മാവായ നിന്തുരുവടിക്ക് അറിയാത്തതല്ല. ദേവന്മാർക്ക് ജയത്തെ വരുത്തേണമേ എന്നവർ പ്രാർത്ഥിച്ചു. ഇനി 27-ാമത്തെ ശ്ലോകം. 28-ാമത്തെ ശ്ലോകമാണ് അവസാനം. അധുനൈഷോ അഭിജിന്നാമ യോഗോ മൗഹൂർത്തികോ ഹ്യഗാത് ശിവായ നസ്തം സുഹൃദാം ആശു നിസ്തരദുസ്തരം. അഭിജിത്ത് എന്നു പേരായ, അഭിജിത്ത് എന്നുള്ളത് മുഹൂർത്തം ഈ ഓണത്തിന് ആണ് വരിക. അപ്പോഴാണ് ഈ അവതാരങ്ങളൊക്കെ നടക്കുക. അപ്പോൾ അഭിജിത്ത് എന്നു പേരായ മുഹൂർത്ത പദ്ധതിയിൽ ഉൾപ്പെട്ട ഈ യോഗം ഇപ്പോൾ കഴിയാറായി. ശീഘ്രം നിന്തുരുവടി ഭക്തന്മാരായ ഞങ്ങളുടെ ക്ഷേമത്തിനായിക്കൊണ്ട് ജയിപ്പാൻ പ്രയാസമുള്ളവനെ സംഹരിച്ചാലും എന്ന് പ്രാർത്ഥിച്ചു. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം. ഇപ്പോൾ അഭിജിത്ത് എന്നു സുപ്രസിദ്ധവും ദേവന്മാർക്ക് ജയാഹവുമായ ശുഭമുഹൂർത്തമാകുന്നുവല്ലോ. അത് കഴിയുന്നതിന് മുമ്പ് അവിടുത്തെ സുഹൃത്തുക്കളായ ഞങ്ങൾക്ക് ക്ഷേമത്തിനായിക്കൊണ്ട് ദുർജയനായ ഇവനെ ജയിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഭഗവാൻ അതില്ല. ഇവനെ വേഗത്തിൽ സംഹരിക്കണമേ. ഉത്രാടത്തിൻ്റെ അന്ത്യപാദം 15 നാഴികയും തിരുവോണത്തിലെ ആദ്യ 4 നാഴികയും കൂടി 19 നാഴിക അഭിജിത്ത് എന്ന മുഹൂർത്തം. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ വാമനാവതാരം അതും എപ്പോഴാണ് ഉണ്ടായത്? അഭിജിത്ത് മുഹൂർത്തത്തിലാണ്. ഉത്രാടത്തിൻ്റെ അന്ത്യപാദം 15 നാഴിക, പിന്നെ തിരുവോണത്തിൻ്റെ ആദ്യം 4 നാഴിക. അതിനാണ് അഭിജിത്ത്. ഏത് കാര്യം ചെയ്യാൻ ശ്രേഷ്ഠമാണ്. മനസ്സിലായില്ലേ? ഇനി അവസാനത്തെ ശ്ലോകം ഈ അധ്യായത്തിൽ 28. ദൃഷ്ട്യാ ത്വാം വിഹിതം മൃത്യും അയമാസാദിത സ്വയം വിക്രമൈന്യം മൃദേഹത്വാ ലോകാനാം ദേഹി ശർമ്മണി
ഭാഗ്യത്താൽ, ദിഷ്ട്യ എന്ന് പറഞ്ഞാൽ ഭാഗ്യത്താൽ നിശ്ചയിക്കപ്പെട്ട അന്തകനായ നിന്തുരുവടിയെ ഇവൻ താനെ തന്നെ പ്രാപിച്ചു. അയാളെ ഇങ്ങോട്ട് തെരഞ്ഞു വരാനുള്ള ചെയ്തത്. ഇവനെ നിന്തുരുവടിയെ ഇവൻ താനെ തന്നെ, അതാണ് ഇമ്പോർട്ടൻ്റ്, പ്രാപിച്ചു. ഇവനെ യുദ്ധത്തിൽ പരാക്രമം കാണിച്ചിട്ട് ഹനിച്ച ശേഷം ജനങ്ങളെ സുഖത്തിൽ സ്ഥാപിച്ചാലും. ഇനി അതിൻ്റെ ഭാവാർത്ഥത്തോട് കൂടിയിട്ട് ഈ അധ്യായം കഴിയും. ഹേ ഭഗവൻ, ഇവൻ്റെ ഉൽപാദനാവസരത്തിൽ കശ്യപ പ്രജാപതിയാൽ നിശ്ചയിക്കപ്പെട്ട അന്തകനായ നിന്തുരുവടിയെ ഞങ്ങളുടെ ഭാഗ്യത്താൽ ഇവൻ താനെ തന്നെ തിരഞ്ഞു പിടിച്ചു എന്നാണ്. യുദ്ധത്തിൽ ഇനി കാലവിളംബം കൂടാതെ പരാക്രമത്തെ പ്രകാശിപ്പിച്ചിട്ട് ഇവനെ സംഹരിക്കുകയും ജനസമുദായത്തിന് സുഖത്തെ നൽകുകയും ചെയ്യണം എന്നായി. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ തൃതീയ സ്കന്ധേ ബന്ധസർഗനിരൂപണ പ്രകരണേ ഹിരണ്യാക്ഷ വരാഹ യുദ്ധനിരൂപണം നാമ അഷ്ടാദശോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ ഈ അധ്യായം അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് തൃതീയ സ്കന്ധത്തിലെ 19-ാം അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 19-ാം അധ്യായം. മൈത്രേയ ഉവാച. അവധാര്യ വിരിഞ്ചസ്യ നിർവലീകാമൃതം വച പ്രഹസ്യ പ്രേമഗർഭേണ തദപാംഗേന സോ അഗ്രഹീത്. ഇതാണ് ശ്ലോകം. ബ്രഹ്മാവിൻ്റെ സത്യവും അമൃതതുല്യവുമായ ആ വാക്കിനെ ധരിച്ചിട്ട് മന്ദഹസിച്ചിട്ട് പ്രേമസൂചകമായ കടക്കണ്ണോട്ടം കൊണ്ട് ആ വരാഹ ഭഗവാൻ ഗ്രഹിച്ചു. ഇവർ പറഞ്ഞത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി. മൈത്രേയൻ വിതുരരോട് പറയാണ്, സത്യവും ഭക്തിരസം നിറഞ്ഞിരിക്കുന്നതാകയാൽ ഭഗവാന് പ്രിയത്തെ ജനിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾക്കൊരു മുന്നറിയിപ്പാണ്. സത്യവും ഭക്തിരസം നിറഞ്ഞിരിക്കുന്നതാകയാൽ ആകുമ്പോഴാണ് ഭഗവാന് പ്രിയമുള്ളൂ. അതിനനുസരിച്ച് നമ്മൾ പെരുമാറണം, പ്രീതികരമായിട്ട് പെരുമാറുക, ജീവിക്കുക. അമൃതപ്രായവുമായ ബ്രഹ്മവചനസാരത്തെ നന്നായി ധരിച്ചിട്ട് ആ വരാഹമൂർത്തി കാലസ്വരൂപനായ തന്നോട് ശുഭമുഹൂർത്തം ഉപദേശിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഒന്ന് ചിരിച്ചുകൊണ്ട്, എന്താ എനിക്കറിയില്ലേ എന്ന ചോദ്യത്തിൻ്റെ കാതൽ, പ്രേമസൂചകമായ കടക്കൽ നോട്ടത്താൽ ആ വാക്യത്തെ അംഗീകരിച്ചു എന്നാണ് പറഞ്ഞത്. 2-ാമത്തെ ശ്ലോകം. തതസ്സപത്നം മുഖതശ്ചരന്തം മകുതോ ഭയം ജഗാഹനോത്പത്യഗതയാ ഹനാവസുരമക്ഷജാം. അനന്തരം മുൻഭാഗത്തിൽ ഭയം ഒട്ടുമില്ലാത്ത വിധം സഞ്ചരിക്കുന്ന ശത്രുവായ അസുരനെ നാസികയാകുന്ന ഇന്ദ്രിയത്തിൽ നിന്ന് ജനിച്ചവൻ. നാസികയാകുന്ന ഇന്ദ്രിയത്തിൽ, ബ്രഹ്മാവിൻ്റെ നാസാദ്വാരത്തിൽ കൂടിയാണ് ഒരു പന്നിക്കുട്ടി പിറന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. നാസികയാകുന്ന ഇന്ദ്രിയത്തിൽ നിന്ന് ജനിച്ചവൻ ചാടിയിട്ട് കവിൾത്തടത്തിൻ്റെ താഴത്ത് ഗദ കൊണ്ട് അടിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണോ? അനന്തരം ലേശവും ഭയം കൂടാതെ തൻ്റെ മുമ്പിൽ സഞ്ചരിക്കുന്ന ആ ശത്രുവിനെ ബ്രഹ്മാവിൻ്റെ നാസാന്തർഭാഗത്തിൽ നിന്നുണ്ടായ ആ വരാഹമൂർത്തി ചാടിയിട്ട് ഗദ കൊണ്ട് കവിൾത്തടത്തിന് താഴെയുള്ള സ്ഥാനത്തിൽ അടിച്ചു എന്നാണ് പറഞ്ഞത്. 3-ാമത്തെ ശ്ലോകം. സാ ഹതാതേന ഗദയാ വിഗത ഭഗവൽക്കരാത് വിഗൂർണിതാ പദദ്രേജേ തദത്ഭുതമിവാഭവത്. അത് അവനാൽ ഗദ കൊണ്ട് ഹനിക്കപ്പെട്ടതായിട്ട് ഭഗവാന്റെ കരത്തിൽ നിന്ന് വീഴ്ത്തപ്പെട്ടതും. ഇവിടെയാണ് ഹിരണ്യകശിപുവിൻ്റെ വിജയം ഉണ്ടായത്. ഭഗവാൻ ഗദ കൊണ്ട് അടിച്ചു, തടുത്തു എന്ന് മാത്രമല്ല, ആ ഗദ കയ്യിൽ നിന്ന് താഴെ വീണു. ദേവന്മാർക്കൊക്കെ വലിയ സങ്കടമായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭഗവാന്റെ കരത്തിൽ നിന്ന് വീഴ്ത്തപ്പെട്ടതും
ചുറ്റിത്തിരിയപ്പെട്ടതുമായിട്ട് വീണു, ശോഭിച്ചു. അത് ആശ്ചര്യമെന്ന പോലെ ഭവിച്ചു. അല്ലേ? ഭഗവാന്റെ കയ്യിൽ നിന്ന് ആയുധം താഴെ വീഴിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാലത്തെ സ്ഥിതി എന്താ? ഭഗവാൻ ഉപയോഗിച്ചതായ ആ ഗദയെ ആ അസുരൻ സ്വഗത കൊണ്ട് തടുത്തടിച്ചപ്പോൾ ഭഗവാന്റെ കയ്യിൽ നിന്ന് ഭൂമിയിൽ വീണതായ ഗദ വട്ടത്തിൽ ചുറ്റിത്തിരിഞ്ഞ് ഭൂമിയിൽ കിടന്ന് വിളങ്ങി. ഇത് കണ്ടു നിന്നവർക്ക് ആശ്ചര്യമായി തോന്നി എന്ന് പറഞ്ഞു. സതതാ ലബ്ധതീർത്ഥോ അഭി ന ഭാബാധേ നിരായുധം. ആയുധല്ലാണ്ടേ മാനയൻ സമൃതേ ധർമ്മം വിഷക്സേനം പ്രകോപയൻ. അവൻ അപ്പോൾ ലഭിച്ചിരിക്കുന്ന അവസരത്തോടു കൂടിയിട്ടാണെങ്കിലും യുദ്ധത്തിൽ ധർമ്മത്തെ മാനിക്കുന്നവനായിട്ട്, ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ എത്തിക്സ്. യുദ്ധത്തിൽ ചില എത്തിക്സ് ഉണ്ട്. നിരായുധനായിട്ടുള്ളവരെ അടിക്കാൻ പാടില്ല എന്നാ. മാനിക്കുന്നവനായിട്ട് ആയുധമില്ലാത്ത ഭഗവാനെ വിക്ഷക്സേൻ എന്ന് പറയണ്ടായി. ബാധിച്ചില്ല, അതായത് അടിച്ചില്ല. പ്രകോപിപ്പിക്കുന്നവനായിരുന്നു. വെറുതെ ഭഗവാനെ ചൂടാക്കിയെന്നല്ലാണ്ട് കയ്യിൽ നിന്ന് ഗദ താഴ്ത്ത് വീണപ്പോൾ ഭഗവാനെ ഉപദ്രവിച്ചില്ല എന്നർത്ഥം. ഗദ കയ്യിൽ നിന്ന് വീണപ്പോൾ പ്രഹരിപ്പാൻ നല്ല തക്കം കിട്ടിയിട്ടുണ്ടായിരുന്നുവെങ്കിലും ആയുധമില്ലാതെ നിൽക്കുന്നവനോട് എതിർത്തുകൂടാ എന്നുള്ള യുദ്ധധർമ്മവാക്യത്തെ ബഹുമാനിച്ചുകൊണ്ട് ഭഗവാന്റെ ദേഹത്തിൽ പ്രഹരിച്ചില്ല. ദുർവാക്കുകൾ പറഞ്ഞ ഭഗവാനെ കോപം വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്തുള്ളൂ. കാരണം തൻ്റെ സ്വാമിയാണ്. അതുകൂടി മനസ്സിലാക്കണ്ടേ? ജയവിജയന്മാരിലുള്ള ഒരാളാണല്ലോ ഇയാൾ. ഇനി 5-ാമത്തെ ശ്ലോകം പറയണു. ഗദായാം അപവിദ്ധായാം ഹാഹാകാരേ വിനിർഗതേ മാനയാമാസ തദ്ധർമ്മം സുനാഭം ചാസ്മരത് വിഭൂ. ഗദ കയ്യിൽ നിന്ന് വീണപ്പോൾ ഹാഹ എന്ന ശബ്ദം പുറപ്പെട്ടപ്പോൾ സർവസമർത്ഥനായ വരാഹമൂർത്തി അവൻ്റെ ധർമ്മത്തെ മാനിച്ചു. അതായത് തൻ്റെ എംപ്ലോയീനെ ഭലേ ബേഷ് എന്ന് പറഞ്ഞു എന്നർത്ഥം. സുദർശനത്തെ സ്മരിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഭഗവാന്റെ കരകമലത്തിൽ നിന്ന് ഗദ ചുവട്ടിൽ വീണതിനെ കണ്ട് നിന്നിരുന്ന ബ്രഹ്മാദിദേവന്മാരുടെ ഭയസൂചകമായ ഹാ ഹാ ശബ്ദം പുറപ്പെട്ടു. എല്ലാറ്റിനും ഭഗവാൻ സമർത്ഥനാണെങ്കിലും നിരായുധനെ എതിർക്കുക ഇല്ലെന്നുള്ള ദൈത്യധർമ്മത്തെ കണ്ടിട്ട് ബഹുമാനിക്കുകയും ഉടനെ സ്മരണമാത്രത്താൽ സമീപത്തെത്തിയ സുദർശന ചക്രമെടുത്ത് പിടിക്കുകയും ചെയ്തു ഭഗവാൻ. 6-ാമത്തെ ശ്ലോകം നോക്കുക. തം വ്യഗ്രചക്രം ദിതിപുത്രാധമേന സ്വപാർഷദമുഖ്യേന വിഷജ്ജമാനം ചിത്രാവാചോ അദദ്വിദാം ഖേചരാണാം തത്രാസ്മാസൻ സ്വസ്തിതേ അമും ജഹീതി. വ്യാകുലപ്പെടുന്ന ചക്രത്തോടു കൂടിയവനും പേടിയായി. കാരണം അവസാനമായി എന്നുള്ളത് മനസ്സിലായി. കയ്യിൽ സുദർശന. ദൈത്യാധമനായ തൻ്റെ പാർഷദശ്രേഷ്ഠനോടുകൂടെ വിശേഷേണ സംസർഗം ചെയ്തുകൊണ്ടിരിക്കുന്നവനുമായ ഭഗവാനോട് അപ്പോൾ ഭഗവാന്റെ മഹിമയെ നന്നായി അറിയാതിരിക്കുന്ന ആകാശവാസികളുടെ, ദേവന്മാർക്ക് ശരിക്കും പറഞ്ഞാൽ ഭഗവാനെ പറ്റി അറിയില്ല, അസുരന്മാർക്കറിയാം. അപ്പോൾ ആകാശവാസികളുടെ അങ്ങയ്ക്ക് ക്ഷേമം ഭവിക്കട്ടെ, ഇവനെ ഹനിച്ചാലും എന്നിങ്ങനെ ബഹുവിധ വാക്കുകൾ ഉണ്ടായി നാം. ഇനിയാണ് ഭാവാർത്ഥം. സുദർശന ചക്രം അസുരനെ വധിപ്പാൻ ബന്ധപ്പെട്ടുകൊണ്ട് ഭഗവാന്റെ ആജ്ഞ സിദ്ധിക്കാത്തതിനാൽ വ്യാകുലഭാവത്തെ പ്രകാശിപ്പിക്കുന്നു. ഇപ്പോൾ ദൈത്യാധമനാണെങ്കിലും ഇവൻ സ്വഭക്തമുഖ്യനായതുകൊണ്ട് അവനിലുള്ള വാത്സല്യാതിശയത്താൽ യുദ്ധകേളി ചെയ്തുകൊണ്ട്, അതായത് യുദ്ധമാകുന്ന കേളി ഭഗവാൻ ആനന്ദിക്കുന്നു. ആ സമയത്തിൽ ഭഗവാന്റെ മഹിമയെ തികച്ചും അറിയാതിരിക്കുന്ന
ആകാശസഞ്ചാരികളായ ദേവാദികളെ, ഹേ ഭഗവൻ, അങ്ങയ്ക്ക് സ്വസ്തി ഭവിക്കട്ടെ, ഇവനെ വേഗത്തിൽ ഹനിക്കണമേ എന്നിങ്ങനെയുള്ള ബഹുവിധ വാക്കുകൾ പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞു. ഇനി 7ാമത്തെ ശ്ലോകം. സതം നിശാമ്യാത്തരഥ അംഗമഗ്രതോ വ്യവസ്ഥിതം പത്മപലാശലോചനം വിലോക്യ ചാമർഷപരിപ്ലുതേന്ദ്രിയോ രുഷാ സ്വതന്തശ്ചതമാദശ്ചൻ. സ്വീകരിച്ചിരിക്കുന്ന ചക്രത്തോടു കൂടിയവനും താമരതളം പോലെ ഇരിക്കുന്ന കണ്ണുകളോട് കൂടിയവനും മുമ്പിൽ ഉറച്ചു നിൽക്കുന്നവനുമായ ആ വരാഹമൂർത്തിയെ അവൻ കണ്ടിട്ട് ആകപ്പാടെ നോക്കിയിട്ട് അതിക്രോധത്താൽ വ്യാപിക്കപ്പെട്ട ഇന്ദ്രിയങ്ങളോട് കൂടിയവനും ദേഷ്യത്താൽ ശ്വാസങ്ങളെ വിടുന്നവനുമായിട്ട്, അതായത് ദീർഘശ്വാസം, തൻ്റെ ചുണ്ടിനെ കടിച്ചു ദേഷ്യം കൊണ്ട്. സുദർശന ചക്രം കയ്യിൽ പിടിച്ച് മുമ്പിൽ നിൽക്കുന്ന ഭഗവാനെ ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു അല്ല, ഹിരണ്യാക്ഷൻ, യുദ്ധത്തിൽ ക്ഷീണം അല്പമുണ്ടായിട്ടില്ലെന്ന് വിളിച്ച് പറയുന്ന മട്ടിൽ താമരതളം പോലെ വിളങ്ങുന്ന ഭഗവാന്റെ നേത്രത്തെ നല്ലവണ്ണം നോക്കിയപ്പോൾ കോപമുജ്ജ്വലിച്ചു, സർവേന്ദ്രിയങ്ങളെയും വ്യാപിച്ചു. അതു നിമിത്തം ദീർഘശ്വാസങ്ങൾ അടിക്കടി പുറപ്പെട്ടു. ഓഷ്ടം അമർത്തി കടിച്ചു, അതായത് പല്ല് അമർത്തി കടിച്ചു എന്ന് പറഞ്ഞു. 8ാമത്തെ ശ്ലോകം. കരാളദംഷ്ടചക്ഷുർഭ്യാം സംചക്ഷണോ ദഹന്നിവ അഭിപ്ലുത്യ സ്വഗതയാ ഹതോ ആസേത്യാഹനധരിം. ഭയങ്കരങ്ങളായ ദംശങ്ങളോട് കൂടിയവൻ ദഹിപ്പിക്കുന്നവനെന്ന പോലെ കണ്ണുകൾ കൊണ്ട് നോക്കുന്നവനായിട്ട് ചാടിയിട്ട് നീ കൊല്ലപ്പെട്ടവനായി എന്നും പറഞ്ഞും കൊണ്ട് തൻ്റെ ഗതയാൽ ഭഗവാനെ വീണ്ടും അടിച്ചു. അതിൻ്റെ ഭാവാർത്ഥം പറയണു. ഭയങ്കര ദംശകളോടുകൂടിയ അസുരൻ കണ്ണുകൾ കൊണ്ട് ദഹിപ്പിക്കുന്ന വിധത്തിൽ നല്ലവണ്ണം നേർക്ക് നോക്കി അതിവേഗത്തിൽ സമീപത്തേക്ക് പാഞ്ഞു വന്ന ശേഷം ഇതാ നീ ഹതനായി എന്ന് പറഞ്ഞ് ഗത കൊണ്ട് ശ്രീഹരിയെ താടിച്ചു. 9ാമത്തെ ശ്ലോകം. പദാ സവ്യേനതാം സാധോ ഭഗവാൻ യജ്ഞസൂകര ലീലയാമിഷത ശത്രോ പ്രാഹരദ്വാദരം ഹസം. ഭഗവാൻ, യജ്ഞവരാഹമൂർത്തിയായ ഭഗവാൻ ശത്രു നോക്കി നിൽക്കവേ വായുവേഗത്തോടുകൂടെ വരുന്നതായ ആ ഗതയെ ആയാസം കൂടാതെ ഇടത്തെ കാൽ കൊണ്ട് പ്രഹരിച്ചു. ഹേ സാധോ, അതിൻ്റെ ഭാവാർത്ഥം ഹേ സാധോ, യജ്ഞസൂകരമൂർത്തിയായ ഭഗവാൻ വായുവേഗത്തിൽ നേർക്കുവരുന്ന ആ ഗതയെ ശത്രു കണ്ടു നിൽക്കവേ പ്രയാസം അല്പവും ഇല്ലാതെ ഇടത്തുകാൽ കൊണ്ട് തടുത്ത് ഭൂമിയിൽ വീഴ്ത്തി ചാടി ആ ഗതനെ ഭൂമിയിൽ പതിപ്പിച്ചു. 9ാമത്തെ ശ്ലോകം. പദാ സവ്യേനതാം സാധോ ഭഗവാൻ യജ്ഞസൂകര. അത് കഴിഞ്ഞു. ഇനി 10ാമത്തെ. ആഹാ ചായുധമാധൽസ്വാ ഘടസ്വാതം ജഗീഷസി ഇത്യുക്ത സദയാ ഭൂയസ്ഥാടയൻ വ്യനദൽ ഭൃശം. ആയുധത്തെ ധരിച്ചു കൊള്ളുക, യത്നിച്ചാലും, പ്രയത്നിച്ചു എന്നാണ് പറഞ്ഞത്, നീ ജയിപ്പാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. ഇങ്ങനെ പറയപ്പെട്ട അവൻ ആ ഗത കൊണ്ട് വീണ്ടും താടിക്കുന്നവനായിട്ട് ഏറ്റവും ശബ്ദിച്ചു. അപ്പോൾ ഭഗവാന് തൻ്റെ എന്താണെന്നാ പറയുക, കാവൽക്കാരനായിരിക്കുന്ന ജയവിജയന്മാരിൽ ഒരാളാണല്ലോ ഇയാൾ. അയാളുടെ ശൗര്യം എത്രത്തോളം ഉണ്ട് എന്ന് അറിയത്തക്ക വിധത്തിലാണ് പെരുമാറുന്നത്. അപ്പോൾ ഇനി പറയണു. ആഹചായുധമാതൽ സ്വാഘടസ്വാത്വം ജഗീഷസി ഇത്യുക്ത സതയാ ഭൂയസ്ഥാടയൻ വ്യനദൽ ഭൃശം. അപ്പോൾ ആയുധത്തെ ധരിച്ചു കൊള്ളുക, ഞാൻ പറഞ്ഞു അത്, യത്നിച്ചാലും നീ ജയിപ്പാൻ ആഗ്രഹിക്കുന്നു
എന്ന് പറയുകയും ചെയ്തു. ഇങ്ങനെ പറയപ്പെട്ട അവൻ ആ ഗദ കൊണ്ട് വീണ്ടും താടിക്കുന്നവനായിട്ട് ഏറ്റവും ശബ്ദിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം: ആയുധം എടുത്തുകൊള്ളുക, ജയിക്കണമെന്നാണല്ലോ നിൻ്റെ ഇച്ഛ, ശ്രമിച്ചുകൊള്ളുക എന്നിങ്ങനെ ഭഗവാൻ പറയുകയും ചെയ്തു. അപ്പോൾ രണ്ടാമതും ആ ഗദ എടുത്തടിച്ചു, ഉച്ചത്തിൽ അലറി എന്ന് പറയുന്നു. 11. താംസ ആപതതീം വീക്ഷ്യ ഭഗവാൻ സമവസ്ഥിത ജഗ്രാഹലീലയാ പ്രാപ്തം ഗരുത്മാനിവപന്നകീം. ഗരുഡൻ പാമ്പിനെ പിടിക്കുന്ന വേഗത്തിൽ നിന്ന് അർത്ഥം പറയാം. ആ ഭഗവാൻ നേരിട്ട് വരുന്ന ആ ഗദയെ നോക്കിക്കണ്ടു, ഉറച്ചു നിന്നു. അരികത്ത് വന്നതിനെ ഗരുഡൻ പാമ്പിനെ എന്ന പോലെ പ്രയാസം കൂടാതെ പിടിച്ചു, ഗദ പിടിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥം: നേരിട്ട് വന്ന ആ ഗദയെ നോക്കിക്കണ്ട് ഭഗവാൻ ഉറച്ചു നിന്നു. അടുത്തു വന്നപ്പോൾ ഗരുഡൻ സർപ്പത്തെ എന്ന പോലെ ആ ഗദയെ അനായാസേന, ഒരു പരിശ്രമവുമില്ലാതെ കണ്ട് കൈകൊണ്ട് പിടിച്ചു. 12. സപൗരുഷേ പ്രതിഹതേ ഹതമാനോ മഹാസുര നയിച്ചത് എന്നാണ്. ഗദാം ദീയമാനാം ഹരിണ വിഗത പ്രഭാം. തൻ്റെ പരാക്രമം ഹനിക്കപ്പെട്ടപ്പോൾ ഹനിക്കപ്പെട്ട മാനത്തോടുകൂടിയ അസുരാധിപൻ പ്രഭാഹീനനായിട്ട് തേജസ്സൊക്കെ മങ്ങി ഹരിയാൽ നൽകപ്പെടുന്ന ഗദയെ ഇച്ഛിച്ചില്ല. അതായത് ശത്രുവിൻ്റെ ഔദാര്യം വേണ്ട എന്നുള്ള നിലയ്ക്കാണ് അതുണ്ടായത്. ഇതാ നിൻ്റെ ആയുധം പിടിച്ചോ, നീ ഇനി അടിക്കുക നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ വാങ്ങിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ തൻ്റെ പൗരുഷത്തിന് ഉടവ് തട്ടിയപ്പോൾ ഗർവം നശിച്ചു. അങ്ങനെയാണ്. പ്രഭ കുറഞ്ഞു. ഭഗവാൻ ഗദയെ വീണ്ടും കൊടുത്തു. എങ്കിലും മഹാനായ ആ അസുരൻ അതിനെ സ്വീകരിച്ചില്ല. 13. ജഗ്രാഹ ത്രിശികം ശൂലം ജ്വലജ്വലനലോലുപം യജ്ഞായ ധൃതരൂപായ വിപ്രായാഭിചരന്യഥാ. ജ്വലിക്കുന്ന അഗ്നിയെപ്പോലെ അത്യന്ത ആഗ്രഹമുള്ള അതിതീഷ്ണമായ ദഹനശക്തിയോടുകൂടിയ 3 കവർച്ച ഉള്ള ശൂലത്തെ, അതാണ് ത്രിശിഖം എന്ന് പറയുന്നത്. രൂപം ധരിച്ചിരിക്കുന്ന ഭഗവാന്റെ നേർക്ക് ബ്രാഹ്മണൻ്റെ നേർക്ക് ആഭിചാരം ചെയ്യുന്നവനെന്ന പോലെ എടുത്തു. അതായത് കൃത്യനിഷ്ഠയുള്ള ബ്രാഹ്മണന് ആഭിചാരം ചെയ്താൽ തിരിച്ചടിയുള്ളൂ, അദ്ദേഹത്തിനൊന്നും ഏൽക്കില്ല. അതേമാതിരിയാണ് ഈശ്വരൻ നിന്ന് ചെയ്താലും. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം: കത്തിജ്വലിക്കുന്ന അഗ്നി എന്ന പോലെ ശത്രുസംഹാരത്തിന് സമർത്ഥമായിരിക്കുന്ന ത്രിശൂലമെടുത്ത വരാഹമൂർത്തിയുടെ നേർക്ക് ബ്രാഹ്മണൻ്റെ നേർക്ക് ആഭിചാരപ്രയോഗം ചെയ്യും പോലെ അയച്ചു. വേദജ്ഞനായ ബ്രാഹ്മണനെക്കുറിച്ച് ആഭിചാരം ചെയ്യുന്നവൻ തന്നെ നശിക്കുന്നതല്ലാതെ ബ്രാഹ്മണന് നാശമുണ്ടാകില്ല. അതുപോലെയാണ് ഭഗവാന്റെ നേർക്ക് ശൂലം പ്രയോഗിച്ച അസുരാധിപനുണ്ടാവാനിരിക്കുന്ന ഫലമെന്ന് സാരം. നന്നാവില്ല എന്നർത്ഥം. 14. തദോജസാ ദൈത്യമഹാഭടാർപ്പിതം ചകാസദന്തഗുദീർണധീധി ചക്രേണ ചിച്ഛേദനിഷാദനേ മിന ഹരിര്യഥാ താർഷ്യപതത്രമുദ്ധിതം. അവസാനിച്ചു. അപ്പോൾ ശക്തിയോടുകൂടെ അസുരന്മാരുടെ കൂട്ടത്തിൽ മഹാഭടനായവനാൽ അയക്കപ്പെട്ടതും ആകാശമധ്യത്തിൽ അത്യന്തം വ്യാപിച്ച കാന്തിയോടുകൂടെ ശോഭിക്കുന്നതുമായ അതിനെ, അതായത് ചക്രത്തെ, സുദർശന ചക്രത്തെ, മൂർച്ചയുള്ള ധാരയോടുകൂടിയ ചക്രത്താൽ യജ്ഞവരാഹമൂർത്തി ഇന്ദ്രനെന്നും
ഉപേക്ഷിക്കപ്പെട്ട ഗരുഡൻ്റെ ഒരു തൂവിലിനെ എന്ന പോലെ ഛേദിച്ചു. ഒരു തൂവലിനെ ഛേദിക്കുന്ന ലാഘവത്തോട് കൂടിയിട്ടാണ് സുദർശന ചക്രം എന്ത് ചെയ്തത്? ഈ ഹിരണ്യകശിപുവിൻ്റെ ഹിരണ്യാക്ഷൻ്റെ അല്ലേ തല ഛേദിച്ചു എന്ന് പറഞ്ഞത്. അസുരഭടന്മാരുടെ സംഘത്തിൽ വെച്ച് വീരനായിരിക്കുന്ന ഹിരണ്യാക്ഷൻ അതിശക്തിയോടുകൂടെ ഉപയോഗിച്ചതും ആകാശമധ്യത്തിൽ വ്യാപിച്ചിരിക്കുന്ന തേജസ്സോടുകൂടി വിളങ്ങുന്നതുമായ ത്രിശൂലത്തെ ഭഗവാൻ മൂർച്ചയേറിയ ചക്രം കൊണ്ട് ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് ഗരുഡൻ്റെ ചിറകിലെ ഒരു തൂവലിനെ എന്ന പോലെ മുറിച്ചു. ഒരു തൂവൽ മുറിപ്പാൻ വജ്രത്തിന് എത്ര എളുപ്പമോ അത്ര എളുപ്പത്തിൽ ചക്രായുധം ത്രിശൂലത്തെ മുറിച്ചുവെന്ന് സാരം. പണ്ട് ദേവന്മാരെ ജയിച്ചിട്ട് അമൃതകലശം കൊണ്ടുവരുന്ന ഗരുഡൻ്റെ നേർക്ക് ഇന്ദ്രൻ പ്രയോഗിച്ച വജ്രായുധത്തെ ബഹുമാനിപ്പാൻ വേണ്ടി ഗരുഡൻ ചിറകിൽ നിന്നെടുത്ത ഒരു തൂവിലിനെ ഇട്ടുകൊടുത്തു. അതിനെ വജ്രായുധം മുറിച്ചുവെന്നുള്ള കഥയെ ഇവിടെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതോടുകൂടി നമ്മൾക്ക് ഇന്നത്തെ വാക്കുകൾ ഉപസംഹരിക്കാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം. നമസ്കാരം.